എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ, ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്റെ കൂടെ വന്നു. അപ്പൊ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ അല്ലെ. ലോകത്തെ പല സ്ഥലത്തും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ധീര വനിത എന്ന പേരെടുത്ത ഒരാൾ കൂടിയാണ് നമ്മുടെ അരുണിമ. മുമ്പൊരിക്കൽ അരുണിമയെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്കറിയാം ലോകത്ത് പല സ്ഥലത്തും ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ തന്നെ പല രീതിയിൽ മോശമായിട്ടും നല്ല രീതിയിലായ അനുഭവങ്ങൾ നേരിടേണ്ടി വരും. ലൈംഗിക അതിക്രമങ്ങൾ തൊട്ട് സാധനങ്ങൾ മോഷണം പോകുന്നത് വരെ അനുഭവിക്കേണ്ടി വരും. അത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ അരുണിമയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ പല ഇന്റർവ്യൂകളിലും അരുണിമ തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു യാത്ര ഒറ്റക്ക് നടത്തേണ്ടി വരുമ്പോൾ നല്ല ചങ്കൂറ്റം തന്നെ വേണം. അതിനൊന്നും അരുണിമയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല അല്ലെ. ഞാനിപ്പോ എന്തായാലും അരുണിമയെ കുറിച്ച് സംസാരിക്കാമെന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണിമ ഇപ്പോൾ നിലവിലുള്ളത് US-ലാണ് അഥവാ അമേരിക്കയിലാണ്. നമുക്കറിയാം അമേരിക്കയിലൊക്കെ ഒരു വിസ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല ട്രാവൽ ബ്ലോഗേഴ്സിന്റെയും ഒരു ഡ്രീം പ്ലേസ് ആണ് അമേരിക്ക. എല്ലാവർക്കും അത്ര പെട്ടെന്നൊന്നും അമേരിക്കയിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല മറ്റുള്ള രാജ്യങ്ങളെ പോലെ. പക്ഷേ അരുണിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ ശ്രമത്തിന് ശേഷം അരുണിമയ്ക്ക് അമേരിക്കയിലോട്ടുള്ള വിസ കിട്ടി. പക്ഷെ പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഒരുപാട് കാലമൊന്നും സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. 3-4 ദിവസം കൊണ്ട് US-ലെ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിയടിക്കണം, എന്നിട്ട് അടുത്ത രാജ്യത്തേട്ട് മൂവ് ചെയ്യണം. അതായിരുന്നു ആഗ്രഹം. എന്തായാലും അരുണിമ ഇവിടെ ആദ്യം വന്നിറങ്ങിയത് ന്യൂജേഴ്സി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജേഴ്സി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ ഗ്രാമപ്രദേശത്തോട്ടൊക്കെ വന്നിറങ്ങിയെന്ന്. അതിനും കാര്യമുണ്ട്. പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിയുടെ ഒരു സുഹൃത്ത് ആ ന്യൂജേഴ്സി എന്ന് പറയുന്ന ഗ്രാമത്തിലുണ്ട്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരി എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഒരു 70 വയസ്സുള്ള ഒരു വൃദ്ധനാണ് സുഹൃത്ത്. പുള്ളിക്കാരിക്ക് എന്തോ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരു പരിചയമാണ് ആ സുഹൃത്ത്. 70 വയസ്സുള്ള സുഹൃത്ത് പുള്ളിക്കാരിയെ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള സ്ഥലത്തോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. എന്തെങ്കിലും അമേരിക്കയിലോട്ട് വരികയാണെങ്കിൽ ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ന്യൂജേഴ്സിയിലോട്ട് വന്നിറങ്ങാൻ തന്നെ തീരുമാനിച്ചത്. അല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വന്നിറങ്ങിയേനെ. എന്തായാലും 70 വയസ്സുള്ള സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അരുണിമ ന്യൂജേഴ്സിയിൽ വന്നിറങ്ങി. എന്തായാലും സുഹൃത്ത് അരുണിമയെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പിക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിക്ക് ചെയ്തിട്ട് അദ്ദേഹം അരുണിമയുടെ സാമഗ്രികളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചു. ആ ദിവസം മൊത്തം അവർ ന്യൂജേഴ്സിയിൽ കറങ്ങി. അങ്ങനെ അടുത്ത ദിവസമായ സമയത്ത് അരുണിമ ന്യൂജേഴ്സിയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. എന്തായാലും അമേരിക്കയിൽ ഒരു വ്യക്തി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ന്യൂയോർക്ക് സന്ദർശിക്കണം. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും പുള്ളിക്കാരത്തി ന്യൂയോർക്കിലോട്ട് പോകാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ അടുത്ത ദിവസം. അങ്ങനെ രാവിലെ പുള്ളിക്കാരത്തി 1.5 മണിക്കൂറോളം ന്യൂജേഴ്സിയിൽ നിന്നും ന്യൂയോർക്കിലോട്ട് സഞ്ചരിച്ചെത്തി. അങ്ങനെ ഒരു ദിവസം മൊത്തം ന്യൂയോർക്കിൽ സഞ്ചരിച്ച് ആ ഒരു വീഡിയോസ് ഒക്കെ പുള്ളിക്കാരത്തിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ന്യൂയോർക്കിൽ നിന്നും തിരിച്ച് ന്യൂജേഴ്സിയിലോട്ട് വന്ന് തന്നെ ഇറങ്ങി. അങ്ങനെ ന്യൂജേഴ്സിയിലോട്ട് എത്തിയപ്പോഴത്തേക്കും സമയം രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ന്യൂജേഴ്സിയിലോട്ട് എത്തിയപ്പോഴാണ് സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ചെത്തി പുള്ളിക്കാരത്തിയുടെ സുഹൃത്ത് സ്ഥലത്ത് എത്തിയപ്പോഴാണ് അവിടെ നിന്നും പുള്ളിക്കാരത്തിയെ അവിടെ നിന്നും പുറത്താക്കുന്നത്. ഈ വീട്ടിൽ താമസിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് പുറത്താക്കിയത് 70 വയസ്സുള്ള ഈ സുഹൃത്തല്ല കേട്ടോ, പുള്ളിക്കാരിയുടെ മക്കളും പേരമക്കളുമാണ്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമയം രാത്രിയാണ്. ഇവിടെ നല്ല തണുപ്പാണ്. 6 ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ്. അങ്ങനെ ഒരു സമയത്താണ് ഒരു ദേഹദാക്ഷിണ്യമില്ലാണ്ട് പുള്ളിക്കാരിയെ പുറത്താക്കുന്നത്. എന്തായാലും പുറത്താക്കിയതോടെ പുള്ളിക്കാരി ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. എന്തായാലും ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പുള്ളിക്കാരി ഒരു ലൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അരുണിമയുടെ ആ ലൈവ് ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. ഓക്കെ, അവസാനം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആള് വലിഞ്ഞേറി വന്നതുപോലെയൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അതായത് അരുണിമയുടെ 70 വയസ്സുള്ള സുഹൃത്ത് അവിടെ വലിഞ്ഞേറി താമസിക്കുകയാണെന്ന്. വിച്ച് മീൻസ് അവിടെ പുള്ളിക്കാരൻ റെന്റ് കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. സ്വന്തം മക്കൾക്കും പേരമക്കൾക്കും റെന്റ് കൊടുത്ത് താമസിക്കുക. എങ്ങനെയുണ്ട്? ഇത് അമേരിക്കയിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും അമേരിക്കൻ കൾച്ചറൊക്കെ നമുക്ക് എന്തായാലും അറിയാം. 17 വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മക്കളും മാതാപിതാക്കളെ ബഹിഷ്കരിക്കും. അതായത് വീട്ടിൽ നിന്നും ഇറക്കി വിടും. സ്വന്തം ഇഷ്ടപ്രകാരം മക്കൾ താമസിച്ചോളണം. അതിനുശേഷം മാതാപിതാക്കളും മക്കളും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല. അങ്ങനെ ഒരു നാട്ടിലും മാതാപിതാക്കളും മക്കൾക്ക് റെന്റ് കൊടുത്ത് താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബാഡ്. പ്രത്യേകിച്ച് പുതുമയുള്ള കാര്യമൊന്നുമല്ല.
എല്ലാം ഒരു കൾച്ചറൽ ഡിഫറൻസ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഉൾക്കാഴ്ചയിലൊക്കെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു അത്ഭുതമായിട്ട് തോന്നുമല്ലേ. ഓരോ നാട്ടിലും ഓരോ രീതികൾ, അല്ലാണ്ട് എന്ത് പറയാനും. എന്തായാലും നമുക്ക് അരുണിമ പറയുന്ന ബാക്കി കൂടെ കേട്ടു നോക്കാം. എനിക്കറിയില്ലായിരുന്നു. എന്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എന്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചതാണ്. പക്ഷെ എന്താ, അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എന്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ, ഇപ്പൊ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, ആ പറഞ്ഞൊരു സാധനമുണ്ട്, മാനേഴ്സ്, അത് കാണിക്കണം. കൾച്ചറും മറ്റു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഊരും ദേശം അറിയാത്തൊരു പെണ്ണിനെ നട്ടപ്പാതിരാക്ക് പെരുവഴിയിലോട്ട് ഇറക്കി വിട്ടതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അതൊരു മാനേഴ്സത്തിന്റെ തന്നെ പ്രശ്നമാണ്. ഇത് ഇറക്കി വിട്ട് അവർക്ക് ചിന്തിക്കാമായിരുന്നു, ആ ഒരു രാത്രിയല്ലേ, കിടന്നുറങ്ങിക്കോട്ടെ, രാവിലെ എണീറ്റ് കാര്യം പറഞ്ഞിട്ടൊക്കെ ഇറക്കി വിടാന്ന്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അല്പം മനുഷ്യത്വം ഉണ്ടെന്നെങ്കിലും നമുക്ക് ചിന്തിക്കാമായിരുന്നു. ഇത് അതുപോലും കാണിക്കാണ്ടാണ് നട്ടപ്പാരാത്രിക്ക് ഒരാളെ പെരുവഴിയിലോട്ട് ഇറക്കി വിടുന്നത്. അതൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇതത് വൻ ക്രൂരത, തെമ്മാടിത്തരം, ചെറ്റത്തരം, തന്തയില്ലായ്മത്തരം എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് അരുണിമ പറയുന്ന ബാക്കി കൂടെ കേട്ടു നോക്കാം. പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോ എന്താ പറയാ, എനിക്ക് ഭയങ്കര, എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ, ഭയങ്കര സ്നേഹത്തോടാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെ ആയി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US വരുന്നേ, അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഇവിടെ റോഡിലേക്ക്, ഇവിടെയാണ് ഇപ്പോ മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഇപ്പൊ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് കാണുന്നുണ്ടാവും, ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് എന്താ പറയാ, എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല. കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ടാണ്, എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക. കാരണം ഞാൻ എന്തോരം ഫാമിലിയുടെ ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ എന്നെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഞാനിപ്പോ തണുക്കുന്നുണ്ട്. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. പുള്ളിക്കാരിക്ക് നല്ല കരച്ചിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അടക്കി പിടിച്ചിട്ടാണല്ലേ സംസാരിക്കുന്നത്. ഉള്ള കാര്യം പറയാലോ, അരുണിമയുടെ സ്ഥാനത്ത് ഞാൻ വല്ലതായിരുന്നെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞേനെ. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കേണ്ടി വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര ഭയാനകരമായിരിക്കും, എത്ര ഭീകരമായിരിക്കും. അറിയാത്തൊരു നാട്, താമസ സ്ഥലത്തു നിന്ന് ഇറക്കി വിടുക, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുക. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അത്. ഞാനിതൊക്കെ പറയുമ്പോൾ പലർക്കും എന്നോട് പല ചോദ്യങ്ങളും, എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു പിടിച്ച് നിൽക്കുന്നത്, അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഹോട്ടൽ നോക്കിക്കൂടെ എന്ന്. അതിനും മറുപടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
പുള്ളിക്കാരൻ നിൽക്കുന്നത് ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്താണ്. ന്യൂജേഴ്സി എന്ന് പറയുന്നത് പൊതുവെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഒരു ഹോട്ടൽസ് ഒന്നുമില്ല. ഹോട്ടൽസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലേക്ക് 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പോകണം, എന്നാലേ ഹോട്ടൽസ് കിട്ടത്തുള്ളൂ. എന്തൊരു ഭീകരമാണ് ആ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പുള്ളിക്കാരിയെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത സുഹൃത്താരാണെന്ന് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അരുണിമ ന്യൂജേഴ്സിയിൽ എത്തിയ തുടക്ക സമയത്ത് പുള്ളിക്കാരൻ അരുണിമയെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ അരുണിമ പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറാണുള്ളത്. ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ, അതായത് കിലോമീറ്റർ അല്ല, മൈൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മളെ ജോർജ്. ഹായ്, എന്തിന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നാട്ടിലെവിടെയായിരുന്നു? ചെങ്ങന്നൂര്. ഓക്കെ, അപ്പൊ ആള് കുറെ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമൊക്കെ ആയില്ലേ? 13 വർഷമായി. 13 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ആണ്, ഇവിടുത്തെ പാസ്പോർട്ടൊക്കെ. ഇതാണല്ലേ ആ അവതാരം. പക്ഷെ ഇയാള് പാവമാണ് കേട്ടോ. ഇയാളുടെ മക്കളും കൊച്ചുമക്കളൊക്കെയാണ് അരുണിമേനെ ഇറക്കി വിട്ടത് അവിടെ. എന്നാലും ഇയാള് 10, 12, 13 വർഷമൊക്കെ ആയിട്ട് ഇയാൾ അമേരിക്കയിലുണ്ട്. മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് 21 വർഷമായിട്ട് അവിടെ തന്നെ ഉണ്ട്. എന്നാലും ഈ പ്രായത്തിൽ പുള്ളിക്കാരൻ മക്കൾക്കൊക്കെ റെന്റ് കൊടുത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലിക്ക് പോകുന്നുണ്ടാകുമല്ലേ. അല്ലാണ്ട് റെന്റിന് കൊടുക്കാൻ ഇയാൾക്ക് എവിടുന്ന കാശ്? എന്താല്ലേ 70-ആം വയസ്സിൽ ജോലിക്ക് പോയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇക്കാര്യത്തിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാരോടൊക്കെ ഒരു റെസ്പെക്ട് തോന്നുകയാണല്ലേ. ഇവിടെയുള്ള ആരും 70 വയസ്സുള്ള മാതാപിതാക്കളെ ആരും ജോലിക്ക് വിടാറില്ല അല്ലേ. എന്തായാലും അരുണിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. അവസാനം ഒരുപാട് വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു. അതൊരു മെക്സിക്കക്കാരന്റെ സഹായത്തോടു കൂടി പുള്ളിക്കാരൻ ന്യൂയോർക്കിലെത്തി. അവിടെ ഒരു റൂമൊക്കെ എടുത്ത് പുള്ളിക്കാരത്തി സേഫായി. പക്ഷെ അവിടുത്തെ ഒരു റൂമിന്റെ റെന്റ് എന്നൊക്കെ പറയുന്നത് 10,000 രൂപയാണ്. പുള്ളിക്കാരി റൂമിലെത്തിയതിനു ശേഷം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. റൂം എടുത്തിട്ടുണ്ട്. അപ്പോ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടുന്ന് പോയി. സോ ഇതാണ് ഈ കാണുന്ന ഞാൻ റൂം. ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ $110 ഈ റൂമിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതായത് 8,000 സംതിങ്, 8,000 അല്ല 9,000 സംതിങ് വരും ഇന്ത്യൻ റുപ്പി. അത്ര റേറ്റ് ഉണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ തന്നെ 5,000, $60 ഒക്കെയാണ്. അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട്. അക്കോമഡേഷൻ ഒക്കെ ഓഫ് കോഴ്സ് എക്സ്പെൻസീവ്. സമയത്ത് പണത്തിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതം സേഫ് ആക്കുക എന്നുള്ളതല്ലേ. ഇവിടെ ഇപ്പൊ കുറച്ച് പൈസ അധികം കൊടുത്താലും സേഫ് ആണല്ലോ. എന്തായാലും ഇതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായി. ഇവിടെ അരുണിമ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന്. സ്വന്തം വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇറക്കി വിടുക. എന്തായാലും ഇതൊരു അനുഭവം തന്നെയാണ്. എന്റെ വീഡിയോ കാണുന്ന പല രാജ്യത്തും ജീവിക്കുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, അടച്ചവനോർത്ത് ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ആരെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയാലും ആദ്യത്തെ മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതൊന്ന് കാണിക്കുക. നിങ്ങൾ ആരെയും ഈ നട്ടപ്പാരാത്രിക്ക് തെരുവിലോട്ട് ഇറക്കി വിടാതിരിക്കുക. അതേ എനിക്കിപ്പോ ഈ സാഹചര്യത്തിലൂടെ പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴത്ത് കമന്റ് അടിക്കുക. നിങ്ങൾക്ക് ഒത്തിരി കമന്റ് അടിക്കാൻ കാണും ഇങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.